നമ്മുടെ കൂടെ നിൽക്കുന്നു പ്രിൻസ് രാജകുമാരൻ. സ്ഥലം എവിടെയാ പ്രിൻസിന്റെ? തിരുവനന്തപുരം. എവിടെ? കാരക്കോണം. കാരക്കോണം മെഡിക്കൽ കോളേജിനടുത്താ. പ്രിൻസ് ആക്ച്വലി ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് കിടിലം ഒരു പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി അല്ലേ? എന്താ ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഇത് ആക്ച്വലി ഒന്നും മനസ്സിലാവുന്നില്ല. ലാഡർ ഉണ്ട്, ക്യാരംസ് ബോർഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്. എന്താ പ്രിൻസ് ചെയ്യുന്നേ? തലയിൽ വയ്ക്കും. ഏത് തലയിൽ വെക്കും? ലാഡറോ? എന്നിട്ട് ഗ്യാസ് ഒരു തലയിൽ വയ്ക്കും. ഈ തലയ്ക്ക് വെറുതെ ഇതെങ്ങനെ ഇങ്ങനെ വെക്കാൻ ആര് പഠിപ്പിച്ചു? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഇൻസ്പയർഡ് ആയത് ഇങ്ങനെയൊക്കെ വെക്കണം എന്ന്? അതാദ്യം ചെറുതിലെ ബോൾ വെച്ച് തട്ടി തട്ടി പ്രാക്ടീസ് ചെയ്ത് ഫുട്ബോള് ബാലൻസ് ചെയ്യേ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? പ്ലസ് ടുലോ? അമ്മേ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ തലയിലാണ് ബാലൻസ് ചെയ്യാൻ പോകുന്നത്. സംഭവം ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ഇറ്റ്സ് എക്സൈറ്റിംഗ് മീ. കാരണം ഗ്യാസ് ഒക്കെ എങ്ങനെയാണ് ഈ തലയിൽ ഇത്രയും വെയിറ്റ് ഉള്ള സാധനം ബാലൻസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് എനിക്കും കാണണം. ഇത് ഒരുപാട് പ്രാക്ടീസിന് ശേഷമായിരിക്കും പ്രിൻസ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരാണെങ്കിലും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കരുത്. ഡിസ്ക്ലെയിമർ ഇട്ടിരിക്കുകയാണ്. പടം തുടങ്ങാൻ പോവാണ്. റെഡി? Oh, nice. Yes, great. Nice. അടിപൊളി. സൂപ്പർ. അടിപൊളി. ഓക്കെ. സൂപ്പർ. നെറ്റിയിലാണ്. എന്റെ അമ്മ നെറ്റിയിലാണ്. സൂപ്പർ. അടിപൊളി. അടുത്ത ക്യാരംസ് ബോർഡാണ്. ആ ക്യാരംസ് ബോർഡിന്റെ വെയിറ്റ് നമുക്ക് അറിയാലോ എന്ത് ഹെവി ആണെന്നുള്ളത്. അതാണ് അടുത്തതായിട്ട് നെറ്റിയില് ബാലൻസ് ചെയ്യുന്നത് കേട്ടോ. അടിപൊളി പ്രിൻസ്. സൂപ്പർ. യു ഡൂയിങ് എ ഗുഡ് ജോബ്. Great. നല്ല ഹെവി ആയിരിക്കും. ഓൾറൈറ്റ്. അടുത്ത വെയിറ്റ് ഉള്ള ഒരു സാധനമാണ്. നമ്മൾ കേറാൻ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന്റെ എഡ്ജ് ഉപയോഗിച്ചിട്ടാണ് അഗൈൻ നെറ്റിയില് പ്രിൻസ് അത് ബാലൻസ്. എന്റെ അമ്മേ. മെല്ലെ. സൂപ്പർ പ്രിൻസ്. സൂപ്പർ. വെയിറ്റ് ആയിരിക്കും. വെയിറ്റ്. ഓക്കെ. ഒരു മറവ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. ഒരു പീസ് ഓഫ് ക്ലോത്ത് ഒന്നും ഇല്ല. ഒറ്റയ്ക്ക് അടുത്ത ഗ്യാസ് കുറ്റിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അഗൈൻ അത് ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു സാധനം. Wait. രണ്ട് സിലിണ്ടറിന്റെ മേളിൽ നിന്നിട്ട് ചെയർ ബാലൻസ് ചെയ്യുന്നു. ഇത് ആരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കരുത്. സൂപ്പർ. ഗുഡ് വൺ.
യെസ് 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 സൂപ്പർ സൂപ്പർ അടിപൊളി അടിപൊളി ആളിപ്പോടിയാ. ഞാനോ പ്രിയ സുഹൃത്തുക്കളെ അതിലിപ്പോ കോട്ടയം എവിടെയെന്ന് കണ്ടുപിടിക്കും. ഓൾ ദി ബെസ്റ്റ് എലീന. എടുത്ത് കണ്ണി കുറച്ച് പറഞ്ഞില്ല. എന്റെ ഓട്ടോഗ്രാഫ് കൊച്ചിന് വേണമെന്ന്. ഈ കറങ്ങുന്ന പന്തിൽ അതാ എലീന പടിക്കൽ ഓട്ടോഗ്രാഫ് എഴുതാൻ പോവുകയാണ്. ആദ്യമായിട്ടായിരിക്കും ഒരു ഫുൾ ഫുട്ബോളിൽ എന്റെ സിഗ്നേച്ചർ വരാൻ പോകുന്നത്. അത് എവിടെ തൊട്ടാ മതിയല്ലേ, വട്ടക്കറങ്ങി വന്നോളൂല്ലോ. അത് പേനലാണ്. എലീന കോൺസെൻട്രേറ്റ്. എലീന കോൺസെൻട്രേറ്റ്. ഇല്ല ബോൾ തന്നെ കറങ്ങിക്കോളും. പോലെ പ്രിൻസിന്റെ ഡൊറോത്തി അമ്മായി. ദൊറോത്തി അമ്മയല്ല, ദൊറോത്തി വതാമ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നെറ്റിയിൽ കാണുന്ന പാടുകളൊക്കെ ഇതിന്റെ പ്രാക്ടീസിന്റെ ഇടയിൽ ഉണ്ടായതാണോ? അയ്യോ, എന്തിനാണ് മോനെ ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നേ? ഞാൻ ഫസ്റ്റ് ബോളിൽ ചെയ്തോണ്ടിരുന്നപ്പോ എല്ലാരും കളിയാക്കി. ബോൾ ചെയ്തതിന് കളിയാക്കി. എന്താടാ കളിക്കാൻ തരണ്ട പന്തിലാണ് ഇങ്ങനെയൊക്കെ കാണിക്കണേന്ന്. കൂട്ടുകാരന്മാരും കുറച്ചൊരു കളിയാക്കും. ആ പിന്നെ വീട്ടുകാരെ സപ്പോർട്ട് തന്നെ. ആ ഒരാഴ്ചക്ക് മുമ്പ് കളിയാക്കി വിളിച്ച് പറ്റിച്ചത്. ആര് വിളിച്ചു? അതേപോലെ പ്രോഗ്രാമിന് വിളിക്കണയാണ് അങ്ങനെ പറഞ്ഞ് പറ്റിച്ച്. ഈ പ്രോഗ്രാമിൽ നിന്നോ? അല്ല, വേറെ വേറെ അതായത് ഒരു കൂട്ടുകാരൻ റാൻഡംലി വിളിച്ചിട്ട് ഷോയിനാന്ന് പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് ഞാൻ ഉള്ളതെന്ന് വിചാരിച്ച് വരാനൊക്കെ റെഡി ആയിരുന്നു. അയ്യോ, പിന്നെ വിളിച്ചപ്പോ പറഞ്ഞ് പറ്റിപ്പാണെന്ന്, ചുമ്മാ പറ്റിച്ചേന്ന്. പാവോടാ. ആ കൂട്ടുകാരന്റെ പേരെന്നാ? ആദർശ്. ആദർശേ ആദർശ് കാണടാ. കണ്ടോ? അതാണ് പ്രിൻസിന് ഏറ്റവും കൂടുതൽ ഒരു പ്രചോദനമായത് അല്ലേ, ഒരു വാശി തോന്നിയതുകൊണ്ട്. ഇത് ഒരാഴ്ച മുമ്പേ നടന്നല്ലേ? ഓ ആ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇത് കണ്ടില്ലേ, വേദി പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. വലിയൊരു കയ്യടി. അടിപൊളി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ പ്രിൻസിന് ശരിക്കും ഒരു പ്രൗഡ് ഫീലിംഗ് ആയിട്ട് തോന്നുന്നില്ലയോ? ഓ, ഉണ്ട്. ഇപ്പൊ ഹാപ്പി ആണോ? ഓ അപ്പൊ ഇവിടുന്നേ ഷൂട്ടാന്നും പറഞ്ഞ് ഷൂട്ടിന് വരണോന്ന് പറഞ്ഞ് വിളിച്ചപ്പം പ്രിൻസ് ആദ്യം വിചാരിച്ച മറ്റേ ഞാൻ പറ്റിപ്പോന്ന് വിചാരിച്ചു. എന്നിട്ട് ആദർശിനോട് പറഞ്ഞോ ശരിക്കും ഇവിടെ ഇല്ല അതാരത്തും പറഞ്ഞില്ല. ഇത് ടെലികാസ്റ്റ് വഴി മൂപ്പര് കാണട്ടെ. എത്ര വയസ്സ് മുതലാ ഇതിങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തോ? അല്ലെങ്കിൽ 8ാം ക്ലാസ് തൊട്ട് തുടങ്ങി ബോളില്. ബോളിലാണ് ആദ്യം? ഫുട്ബോൾ കളിക്കുമായിരിക്കും? അത്ര കളിക്കില്ല. ഇല്ല, പിന്നെ ഇങ്ങനെ ഫ്രീ സ്റ്റൈല് മാത്രം. ഫ്രീ സ്റ്റൈല് മാത്രം. എന്നിട്ട് പിന്നെ ബോളിൽ തുടങ്ങിയിട്ട് പിന്നെ വേറെ സാധനങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള എങ്ങനെ അറിഞ്ഞേ? പിന്നെ ഞാൻ ഇതേപോലെ റീല് കാണുമായിരുന്നു, മറ്റേ ഫ്രീ സ്റ്റൈല് വീഡിയോ. അത് കണ്ട് കസാരയില് തുടങ്ങി. കണ്ട് ഇപ്പൊ ലാഡറും ഗ്യാസൊക്കെ വെക്കാൻ പഠിച്ച ശകലം. ആരെ വീട്ടിലാരെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്? അതോ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ ഇത് പ്രാക്ടീസ് ചെയ്യാൻ? കൂടെ വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഒറ്റയ്ക്കാണോ? ഫ്രണ്ട്സ് കൊണ്ട് വീട്ടിലെല്ലാരും സപ്പോർട്ട് തന്നെ. അമ്മ പക്ഷെ പാരന്റ്സ് നല്ലൊരു കൈ ലാഡറൊക്കെ വെക്കുമ്പോഴേ എനിക്ക് ലാഡറോട് ജാസ്തി ഇത് ഗ്യാസ് കുറ്റി അത് വേണമെങ്കിൽ റോൾ ചെയ്തിട്ട് മൂക്കിന്റെ മുകളിലോ. നെറ്റിയിലെ ലാഡർ വെച്ചിട്ട് എന്ത് സമയം. അല്ല ഞാൻ അല്ല വേറെ ഡയാനൊക്കെ ഒരു പൊട്ടിടാൻ വേണ്ടി എത്ര സമയം. അല്ല ചേട്ടാ, വേറൊരു കാര്യമുണ്ട്. സാധാരണ ഈ ലാഡർ ഒക്കെ വെക്കുമ്പോ അല്ലെങ്കിൽ ഗ്യാസ് കുറ്റി വെക്കുമ്പോ ഒരു ക്ലോത്തോ അല്ലെങ്കിൽ ആ ഒരു എഡ്ജ് തട്ടാണ്ടിരിക്കാനുള്ള സാധനങ്ങൾ. പക്ഷെ ആ ലാഡർ എങ്ങനെയാണോ നമ്മൾ കടയിൽ വാങ്ങുന്നത് അതേ പിടി തന്നെയാണ് ആ കുഞ്ഞ് ആ നെറ്റിയില് വെച്ചത്. ഗംഭീരായിരുന്നു. സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ അറിയോ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ? സ്കൂളിലുള്ള പിള്ളേർക്കൊക്കെ അറിയാം. ടീച്ചേഴ്സിനൊന്നും അറിഞ്ഞൂടാ. സ്കൂളിന്റെ പേരെന്നാ? സെന്റ് ജോൺ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടാകും. സെയിന്റ് ജോൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസ് ആണ് ഇവിടെ വന്ന് ഞങ്ങളെ ഞെട്ടിച്ചത്. അപ്പൊ ടീച്ചേഴ്സും അവിടെയുള്ള എല്ലാവരും അറിഞ്ഞോ, നിങ്ങൾക്ക് അവിടെ കിട്ടിയിരുന്ന ഒരു ഒരു കിടിലം പയ്യനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇനി 12th പാസ്സായി പോകുമ്പോ നിങ്ങക്ക് വിഷമം വരും. എന്നാ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് പ്രിൻസിന് ഒരു സ്നേഹ സമ്മാനം തരാൻ പോവാണ്. കൊണ്ടുപോയി എല്ലാരും അതെ.
മൗനം പാടും ഓമൽ പ്രാവിൻ മോഹം പോലെ നാളും വന്നില്ലേ സ്നേഹം കൂടാൻ കാറ്റും പോലെ ഞങ്ങളുടെ സ്വന്തം പ്രിൻസിന് കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ നിന്ന് ലണ്ടൻ ക്ലാസിക്കിന്റെ അടിപൊളി ഷർട്ട്